വാർത്തയിലേക്ക് ഫോക്കസ് നമ്പർ 2 കളം മാറുമോ സുരേഷ് കുറുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒരുക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ ഓരോ ദിവസവും ന്യൂസ് 18 അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വാർത്തകൾ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ പ്രതിനിധി ജി ശ്രീജിത്താണ് സുരേഷ് കുറുപ്പുമായി ബന്ധപ്പെട്ട് UDF ക്യാമ്പ് നടത്തുന്ന നിർണായകമായ ചില നീക്കങ്ങളുടെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. VN വാസവന് പകരം ഏറ്റുമാനൂരിൽ സുരേഷ് കുറുപ്പിനെ മത്സരിപ്പിക്കാനാണ് UDF ക്യാമ്പ് നീക്കം നടത്തുന്നത്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. VN വാസവന് പകരം ഏറ്റുമാനൂരിൽ സുരേഷ് കുറുപ്പിനെ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് ഇവർ നടത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിൽ മത്സരിപ്പിക്കുക എന്നത് ലക്ഷ്യമാക്കിക്കൊണ്ട് ചില ആശയവിനിമയങ്ങൾ ഇതിനോടകം തന്നെ നടന്നു. ചരടുവലികൾ പക്ഷേ എന്ന ഒരു മറുപടിയിൽ എത്തിയിട്ടില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സുരേഷ് കുറുപ്പ് തയ്യാറാവുകയാണെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏറ്റുമാനൂരിൽ മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ ജോസഫ് ഗ്രൂപ്പ് നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് കുറുപ്പുമായി ചർച്ചകൾ നടത്തിയത്. സുരേഷ് കുറുപ്പ് എത്തിയാൽ അതിന് എന്ന മറുപടി നൽകിയാൽ ഏറ്റുമാനൂർ സീറ്റ് വിട്ടു നൽകാമെന്ന് ചർച്ചകൾക്ക് പിന്നാലെ ജോസഫ് ഗ്രൂപ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റുമാനൂർ സീറ്റ് സുരേഷ് കുറുപ്പിന് നൽകിയാൽ പകരം പൂഞ്ഞാർ സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് കോൺഗ്രസ് നൽകിയേക്കും. ഇതാണ് ആ ഡീലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പാർട്ടിയുമായി അകന്ന് സുരേഷ് കുറുപ്പ് കഴിയുന്ന സാഹചര്യം മുതലാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ UDF കൃത്യമായും നടത്തുന്നത്. സുരേഷ് കുറുപ്പിനെ ഒഴിവാക്കിയാണ് കഴിഞ്ഞ തവണ ഏറ്റുമാനൂർ സീറ്റ് VN വാസവന് CPM നൽകിയത്. അന്ന് തുടങ്ങുന്നതാണ് ഈ അകൽച്ച, പാർട്ടിയുമായുള്ള സുരേഷ് കുറുപ്പിന്റെ അകൽച്ച. കഴിഞ്ഞ മന്ത്രിസഭയിൽ മന്ത്രിസ്ഥാനത്തേക്ക് കുറുപ്പിനെ പരിഗണിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം ഒഴിവാക്കി. ഇതിന് പിന്നാലെയാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്നടക്കം കുറുപ്പ് പിൻവാങ്ങിയത്. കഴിഞ്ഞ ജില്ലാ സമ്മേളനം മുതൽ CPMന്റെ ജില്ലാ നേതൃനിരയിൽ നിന്ന് സുരേഷ് കുറുപ്പ് ഒഴിഞ്ഞിരുന്നു. മാത്രവുമല്ല, പാർട്ടിയുമായി അകന്നു കഴിയുന്നതിനിടെയാണ് കോൺഗ്രസ് ഇപ്പോൾ നിർണായക നീക്കം നടത്തുന്നത്. ഇതിന് പിന്നാലെയാണ് VSനെതിരെ പാർട്ടി സമ്മേളനത്തിൽ നടന്ന ചർച്ചകൾ ആഴ്ചപ്പതിപ്പിൽ ഒരു ലേഖനമായി കഴിഞ്ഞ ദിവസം എത്തിയത്. ആ ഒരു സാഹചര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. ഇങ്ങനെയൊക്കെയായിരുന്നു എന്റെ VS എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനത്തിൽ ആലപ്പുഴ സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞുവെന്നും ഈ അധിക്ഷേപം സഹിക്കവയ്യാതെയാണ് VS വേദി വിട്ട് പുറത്തിറങ്ങിയതെന്നും സുരേഷ് കുറുപ്പ് വെളിപ്പെടുത്തിയിരുന്നു. ഇത് വലിയ ചർച്ചയായതിന് തൊട്ടു പിന്നാലെയാണ് ഈ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്ന വിവരം കൂടി പുറത്തുവരുന്നത്. സുരേഷ് കുറുപ്പിന്റെ മനസ്സിൽ എന്ത് എന്നതാണ് ഇനി ഉയരുന്ന ചോദ്യം. ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ ഇപ്പോഴത്തെ ഓഫറിനോട് സുരേഷ് കുറുപ്പ് ആദ്യം നോ എന്ന് പറഞ്ഞു എന്ന വിവരമുണ്ട്. എന്നാൽ ശ്രമം കോൺഗ്രസ് ഉപേക്ഷിച്ചിട്ടില്ല. മത്സരിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിനോട് ഇതുവരെ സുരേഷ് കുറുപ്പ് എതിർപ്പ് അറിയിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന ഘടകം. ശ്രമം തുടരാനും UDF നീക്കം നടത്തുന്നുണ്ട്. അതിനിടെ സുരേഷ് കുറുപ്പിനെ പുകഴ്ത്തി മന്ത്രി സജി ചെറിയാൻ രംഗത്തു വന്നു. ഇതിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏക പ്രതികരണം സജി ചെറിയാന്റേതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി നേതാവ് സുരേഷ് കുറുപ്പാണെന്നും സാഹചര്യങ്ങൾ ഇങ്ങനെ ഉപയോഗപ്പെടുത്താനാണെങ്കിൽ ഞങ്ങൾ എത്ര പേരെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കേണ്ടി വരുമെന്നും സജി ചെറിയാൻ ചോദിച്ചു. ആലപ്പുഴ സമ്മേളനം നടത്തിയതിന്റെ ഒരു ചുമതലക്കാരനാണ് ഞാൻ. പാർട്ടി ജില്ലാ സെക്രട്ടറി ചുമതല എനിക്കായിരുന്നു. ജി സുധാരസാവായിരുന്നു അതിന്റെ ചെയർമാൻ. ആ സമ്മേളനത്തിൽ ഈ പറഞ്ഞ ഒരു പരാമർശവും VSനെതിരെ പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. അത് തെറ്റായ ഒരു അഭിപ്രായ പ്രകടനമാണ്. അത് തിരുത്തണം. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം, സഖാവ് VS പാർട്ടിയുടെ ഭാഗമാണ്. VS ഒരിക്കലും പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല. VSനെ ഒരിക്കലും പാർട്ടി തള്ളി പറഞ്ഞിട്ടില്ല. കാരണം പാർട്ടി ഉണ്ടാക്കിയ പ്രമുഖ നേതാവാണ്. അദ്ദേഹത്തിന് കേരളത്തിലെ പാർട്ടി കൊടുക്കാവുന്ന, ജനങ്ങൾ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആദരവാണ് കൊടുത്തത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആലപ്പുഴ എത്തുമ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഒരു ആദരവ് കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതിന്റെ നേതൃത്വത്തിൽ നിന്നൊരാളാണ്. എല്ലാവരും ഞങ്ങളുടെ അറേഞ്ച്മെന്റ്സിനെ പറ്റി നല്ല സംതൃപ്തിയോടാണ് കുടുംബാംഗങ്ങളും അല്ലാത്തവരും മാധ്യമങ്ങളും എല്ലാം പറഞ്ഞു. അങ്ങനെ VS എന്ന് പറയുന്ന ആ മഹാ വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ
അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തി നൽകിയ ആദരവിന് ശേഷം ആ വലിയ ഒരു ജനമുന്നേറ്റത്തെ അല്ല ജനങ്ങളുടെ ഒരു സ്നേഹത്തെ ഇപ്പോ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ആരുടെ ഭാഗത്തുനിന്ന് പറയുന്നു? കാരണം VS ഇല്ല. ഇപ്പോ ഈ പറഞ്ഞ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്റെ സഖാക്കൾ പറഞ്ഞിട്ടില്ല എന്ന് VS തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സുരേഷ് കുറുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഈ വിവാദങ്ങളിലൊക്കെ മറുപടി പറഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത് ഇങ്ങനെയുള്ളവരെ കൊണ്ടുപോകാൻ UDF നോക്കുന്നു എന്ന് വാർത്ത പറയുമ്പോൾ ആ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്താനാണെങ്കിൽ തങ്ങൾ എത്ര പേരെ കൊണ്ടുവരേണ്ടി വരും എന്ന ചോദ്യം സജി ചെറിയാൻ ഉന്നയിച്ചത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത വരണമെങ്കിൽ സുരേഷ് കുറുപ്പ് മനസ്സ് തുറക്കണം. അതുവരെ ഏറ്റുമാനൂരുമായി ബന്ധപ്പെട്ടുള്ള ഈ ആകാംക്ഷ ഇതുപോലെ തുടരാൻ തന്നെയാണ് സാധ്യത.